ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കണത്. അപ്പം ഇന്ന് നല്ലൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നല്ലൊരു പഴക്കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത്. പിന്നെ ഞാനാണെങ്കിൽ അന്നേരം അരി വെള്ളത്തിലിടാൻ മറന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പഴം വാട്ടി കൊടുക്കാമെന്ന് കരുതി പഴം വേഗം അരിഞ്ഞിരിക്കുകയാണ്. അപ്പം നല്ല പഴുത്ത പഴയതുകൊണ്ട് പൊയ്ങ്ങാനൊന്നും പറ്റൂല കേട്ടോ. അപ്പം മക്കളാണെങ്കിൽ തിന്നൂലട്ടാ. രാവിലെയൊക്കെ പഴം കൊടുത്താൽ ഓർക്ക് ഇഷ്ടമല്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇത് നല്ലോണം ചിലവായി പോകും. ഞാൻ വലിയ കാര്യത്തിൽ ഇതൊക്കെ വാട്ടിയെടുത്ത് ഓർക്കിത് കൊടുക്കാമെന്നൊക്കെ കരുതി വാട്ടിയെടുക്കണേ, പക്ഷെ ആരും തിന്നില്ല കേട്ടാ. ഞാനും വയസ്സിലേക്കാണ് പിന്നെ തിന്നിൻ്റെത്. മക്കൾക്കൊന്നും ആ നേരത്തെ ഇതൊന്നും വല്ലാതെ പോണില്ല. അവർക്ക് രാവിലെ പിന്നെ ചായയും കടി അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം. ബേക്കറിയും പോകില്ല കേട്ടാ. വൈകുന്നേരം ഇതൊക്കെ എവിടേക്കായി പോണതെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ സ്കൂൾക്കൊക്കെ വിട്ടേണ്ടത്. ഞാൻ ഏതായാലും ഇതൊക്കെ വാട്ടിയെടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കണത്. പഞ്ചസാരയും പഴം മാത്രം ഇട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം റെഡി ആയതിന് ശേഷം ഞാനിതാ വേഗം ചോറിനുള്ള വെള്ളം തളിച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കണം. അപ്പം ഇന്ന് മക്കൾക്കൊക്കെ നേരത്തെ സ്കൂളിൽ പോകണം. ഒരാൾക്ക് 7 ആകുമ്പോഴത്തേനും പോകണം. അപ്പോഴത്തേനും ചോറും കൂട്ടാനും ഒക്കെ റെഡി ആവണം കേട്ടോ. അപ്പം ഞാൻ വേഗം അരി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മക്കൾക്കുള്ള കൂട്ടാനും ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇന്ന് കോളിഫ്ലവറാണ് കേട്ടോ മക്കൾ കൊണ്ടുപോകണത്. ഇതാണെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ ഈ കോളിഫ്ലവർ. ഇതിൻ്റെ എന്താ മുഖവശമൊക്കെ ഒരു കറുത്ത പാട് പോലെ ഉണ്ടായിന് കേട്ടോ. മൊത്തത്തിൽ ഞാനതൊക്കെ നല്ലതുപോലെ ഒന്ന് ചെത്തി കഴിഞ്ഞ് എടുത്തുക്കണ ആകെ ഒരു വൃത്തിയില്ലാത്ത പോലെയാണ്. അപ്പം ഞാനതൊക്കെ ചെത്തി കഴിഞ്ഞ് എടുത്തതിന് ശേഷം പിന്നെ തളിച്ച വെള്ളത്തിലിട്ട് കൊടുക്കട്ടെ. നമ്മൾ സാധാ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചുടുവെള്ളത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. കോളിഫ്ലവർ സ്കൂൾക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് സോയാബീൻ അങ്ങനത്തെ ഒക്കെ അല്ലേ മക്കൾ കൊണ്ടുപോകലേ. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് അവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഞാനിതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് ശേഷം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൈദയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ എടുക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ചേട്ടാ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിൻ്റെത്. ഒരു അരമുറി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഫനുവാണ് കേട്ടോ പിടിച്ചിരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഫനു ഇങ്ങനെ പറയണ്ടേ, ഞാനൊന്നും സ്കൂൾക്ക് പോകണം, നിങ്ങൾക്ക് വൈകുന്നേരം ആവോളം ഞാനത് എടുത്തു തരാം, ഇന്ന് സ്കൂൾക്ക് പോകണമെന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് പോകാൻ ഭയങ്കര മടിയാണ്. ഓനെ വരില്ല കേട്ടോ കാണുന്നത്. ഭയങ്കര മടിയാണ് ആൾക്ക് സ്കൂൾക്ക് പോകാൻ. അപ്പോൾ 4 ദിവസം അടുപ്പിച്ച് പോയാൽ തന്നെ ചോദിക്കും, ഞാൻ അടുപ്പിച്ച് 4 ദിവസം പോയില്ല, ഇനി ഞാൻ ഒരു ദിവസം ലീവ് ആക്കട്ടമ്മ പ്ലീസ് എന്നൊക്കെ പറയട്ടാ. അപ്പോൾ അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞ് അവസാനം ആ നേരം ആകുമ്പോൾ ആൾ കുളിച്ച് മാറ്റി യൂണിഫോമൊക്കെ ഇട്ട് പോകട്ടെ. അപ്പോൾ എന്നും തന്നെ പണി നേരം വെളുത്താൽ ഞാൻ സ്കൂളിൽ പോയില്ല ചേട്ടന്മാർ പറഞ്ഞാണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ പിന്നെ അതേലും പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളും എല്ലാം അവിടെ നിന്ന് പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് കൊടുന്ന് കണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പൊരിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾക്ക് പോകാനായിരിക്കണം കേട്ടോ. മോള് മാറ്റി റെഡിയാക്കി വന്നിക്കണം. അപ്പോൾ ഓൾക്കുള്ള ചോറ് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചോറും കോളിഫ്ലവറാണ് കൊണ്ടുപോകണം. ഇവിടെ പിന്നെ കറിയൊന്നും ആരും കൊണ്ടുപോകില്ല കേട്ടോ സ്കൂളിലേക്ക്. കറി പിന്നെ കുറേ കൂട്ടാനുകളൊന്നും കൊണ്ടുപോകില്ല. ആകെ ഒരു കൂട്ടാൻ, ഒന്നുകിൽ കോളിഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സോയാബീൻ ആണെങ്കിൽ അത്, അങ്ങനെ മാത്രമായിട്ട് കൊണ്ടുപോകല്. പിന്നെ എന്താണ് അല്ലെങ്കിലേ ബാഗിൽ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതന്നെ കൊണ്ടുപോകാൻ കൂട്ടൊക്കില്ല കേട്ടോ. ബാഗിൽ വെയിറ്റാണ്, നല്ല കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്. പിന്നെ വാട്ടർ ബോട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോള് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരാൾ പോയിട്ടെങ്കിൽ ബാക്കിയുള്ള പോലെ പറഞ്ഞയക്കാണ്ട്. അതാണെങ്കിൽ ഭയങ്കര ടാസ്ക് ഉണ്ട്. ഒരു ജഗ പോകുകയാണ് കേട്ടോ. പിന്നുള്ളത് ഒരു 9 മണി 9:30 നേരം നല്ല ജഗ പോകാവും. പിന്നെ മക്കളെ കുളിപ്പിക്കലും പറഞ്ഞയക്കലും ഓലെ ബുക്ക് എടുത്തക്കലും ടൈം ടേബിൾ നോക്കലും ചോറാക്കലും ചോറ് കൊടുക്കലും അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു പോയതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ മീൻ മുറിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം മീൻ മുറിക്കാൻ നിന്നത്. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് അതായിട്ടൊക്കെ പോയതിൻ്റെ ശേഷം
പുറത്ത് ചേരാട്ടനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് നമുക്ക് പുറത്തൊരു കൊട്ടത്താളം പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മീൻ മുറിക്കാൻ വേണ്ടി അവിടെ പോയതിൻ്റെ ശേഷം അവിടെ മീൻ മുറിക്കാതെ ഇങ്ങോട്ട് തന്നെ വന്ന് ചേരാട്ടനെ കണ്ട് പേടിച്ച് കിട്ടുക. എനിക്കാണ് ചേരാട്ടനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വേഗം പിന്നെ അടുക്കളയിൽ നിന്ന് കാണാൻ തന്നെ മീനൊക്കെ മുറിച്ചത് അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനിട്ട് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വറ്റിച്ചങ്ങാണ്ടാണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാനിത് വേറെയും പല രീതിയിലൊക്കെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ മസാല തേച്ച് പൊരിച്ചെടുക്കലുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് റെഡിയാവിട്ട് അപ്പം അതിലേക്കുള്ള മസാലക്കുള്ള ഉള്ളി ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഇത് കറിക്കായിട്ട് വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ട് കുറച്ച്. അപ്പോൾ ഇന്ന് കറിക്ക് സാമ്പാറാക്കാമെന്ന് കരുതിയിട്ടോ. സാമ്പാറും കൂന്തൽ റോസ്റ്റ് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അതവിടെ കിടന്ന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ അതിൽ നിന്ന് വന്ന വെള്ളമാണ്. കൂന്തലിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് അപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ചട്ടി വെച്ചതിന് ശേഷം ഇതാ കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണക്കണക്ക് ഭയങ്കര വിലയല്ലേ, ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല വാടി ഒരുവിധമൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണവർ തന്നെ അറിയാത്തവർക്കാണ് കേട്ടോ ഞാനീ പറയണത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ശേഷം ഇതാ കൂന്തലത്തെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഞാനിത് അത് കൂന്തലൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ വേറെ പൊടികളും മസാല ഒന്നും ഞാൻ ചേർക്കണില്ല. അപ്പോൾ ആ കൂന്തൽ തന്നെ ഉണ്ട് ആവശ്യത്തിനുള്ള മസാലയൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതൊക്കെ ആ ഉള്ളിലേക്ക് നല്ല ഇറങ്ങി ചെന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരും. അപ്പോൾ കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണമാണ് കേട്ടോ ഇതിങ്ങനെ വെന്ത് വരുമ്പം. അപ്പോൾ ഇതാ പിന്നെ ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് സിമ്മിലിട്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, ചോറിലേക്ക് തന്നെ മതി. അപ്പോൾ അതൊക്കെ സെറ്റായതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, പിന്നെ പഴം ഉണ്ടായിട്ടോ. അപ്പോൾ പഴം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ട് വേഗം പഴക്കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത പഴല്ലേ ഇനി. അപ്പോൾ ഞാൻ പഴക്കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുളി കഴിയണതിൻ്റെ ഒക്കെ മുന്നേ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പിന്നെ അടുക്കളയ്ക്ക് വരണ്ടല്ലോ. പിന്നെ ഒറ്റയടിക്കുന്ന എല്ലാ പണിയും കഴിച്ച് വെച്ചാൽ പിന്നെ വൈകുന്നേരം മക്കളൊക്കെ വരുമ്പോൾ പിന്നെ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം അതും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇതാ പഴം ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴക്കേക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയാൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ പഴുത്ത പഴം കൊണ്ട്. അപ്പോൾ ഞാനതാ പഴമൊക്കെ ഇതാക്കി വെക്കണം. എനിക്ക് ഈ ട്രൈപ്പോഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മക്കളൊക്കെ പോയില്ലേ, അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിക്ക് എങ്ങാനും ഫോണ് വീകുമോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ട്. പിന്നെ കുറച്ച് വിട്ടിട്ടാണ് ഞാൻ ട്രൈപ്പോഡ് വെച്ചത് കേട്ടോ. എനിക്ക് കഷ്ടകാലത്തിന് ഫോണെങ്ങാനും ചട്ടിക്ക് വീണാലോ അല്ലെങ്കിൽ നിലത്തേക്ക് വീണാലോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായി വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഈ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 4 കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് 4 കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ് ഓരോരുത്തർ 4 കോഴിമുട്ട 3 കോഴിമുട്ട ആയാലൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ പഴത്തിനനുസരിച്ചാണ് എടുത്തത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ 2-3 ഏലക്കായ ഇട്ട് കൊടുത്തേക്കണേ. അതിന് ശേഷം പിന്നെ ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അപ്പക്കാരൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഒരു 4 സ്പൂൺ മൈദ ഉണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൈദ ഇല്ലാതെ അങ്ങനെ നമുക്ക് കായ്പോളം ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്. 3-4 സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചങ്ങാണ്ട് ഞാനെന്താ ഒരു പാത്രത്തേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയി വരും. പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ആ പഴത്തിൽ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ പിന്നെ പഴമാണെങ്കിൽ നല്ല മധുരമുള്ള പഴം, നല്ല പഴുത്ത് പഴയതുകൊണ്ട് പിന്നെ ആവശ്യമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി
ഇനി ഇത് അതിലേക്ക് ഇട്ടാണ്ട് മിക്സ് ചെയ്യട്ടെ. പഴം നല്ലതുപോലെ അതിലേക്ക് ഇട്ടുകൊണ്ട് നല്ലതൊരു മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് പഴം ഞാൻ അവിടെ വെച്ചിട്ട് എല്ലാം കൂടി അതിലേക്ക് ഒരു ടൈറ്റ് പോലെ നിന്നപ്പോൾ അതൊരു ഇതില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പഴം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ ഒഴിച്ചെടുക്കണേ. അപ്പോൾ ഞാനാണെങ്കിൽ അടിയിൽ ദോശച്ചട്ടി വെച്ച് കണ്ടാണ് ഒഴിച്ചെടുക്കുന്നത്. മേലെ ഫ്രൈ പാനും വെച്ചിട്ട് ദോശച്ചട്ടിൻ്റെ പാടിഞ്ഞ് എന്താണെന്നാവും ദോശ ചുടുമ്പോൾ അറിയാം അതിൻ്റെ അവസ്ഥ. അപ്പോൾ വേറൊന്നും അടിയിൽ വെക്കാൻ പറ്റണില്ല കേട്ടത് നിൽക്കണില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു അടപ്പുകൊണ്ട് മൂടിയപ്പോൾ അതാണെങ്കിൽ അടിയിക്കണ്ട് പോയി. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു അടപ്പാണ് കേട്ടോ പിന്നെ ഞാൻ വെച്ചെടുത്തത്. പക്ഷേ അതും റെഡി ആയിട്ടില്ല. ഇനി അതും കേക്ക് ഇങ്ങനെ പൊന്തി വന്നപ്പോൾ ഞാൻ പിന്നെ അതും എടുത്തിട്ട് പിന്നെ ഞാൻ വെച്ചത് നമ്മൾ ചോറ് തന്നെ പ്ലേറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അമർത്തി വെച്ചതിന് ശേഷം മേലെ മൂടി കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേക്കൊക്കെ നല്ല റെഡിയായി നല്ല പൊന്തിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കണം അതിൻ്റെ ഉള്ളൊക്കെ എന്താ പാടെന്ന് അറിയണമല്ലോ. അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് ബാക്കി ഇനി മക്കൾ വന്നിട്ട് സ്കൂളിട്ട് വന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ അറിയാൻ ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ ഞാൻ നോക്കണം. അപ്പോൾ നല്ല വെന്തൊക്കെ ചെയ്ത് നല്ല സോഫ്റ്റ് നല്ല കേക്ക് ഇട്ട അടിപൊളി കേക്ക്. അപ്പോൾ ഞാൻ വേഗം അത് അവിടെ മൂടിയൊക്കെ വെച്ചിക്കണേ. ഈ മക്കൾ വരുമ്പോൾ വേഗം ചായ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അടുക്കളയിൽ വന്നാണ് പിന്നെ ഇതൊക്കെ തന്നെയല്ലേ പണി. അപ്പോൾ ചായ ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചുകൊണ്ട് അതൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചോറ് തിന്നാണ്. അപ്പോൾ ഞാൻ വയസ്സിലാക്കി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ചോറ് തിന്നാണ്. അപ്പോൾ നേരത്തെ നല്ല തേങ്ങ വറുത്തരച്ച നല്ല സാമ്പാറുണ്ടേനി. അപ്പോൾ അത് നല്ല സാമ്പാറും പിന്നെ നമ്മളെ കൂന്തുള്ള റോസ്റ്റ് പപ്പടം നല്ല മാങ്ങാച്ചാറ് ഒക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ അതൊക്കെ കൂട്ടിങ്ങണ്ട് നല്ല ഞങ്ങൾ രണ്ടാളും നല്ല ചോറ് തിന്നാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.